രാജ്യ ചരിത്രത്തിൽ ആദ്യമായി വയോജനങ്ങൾക്കായിട്ട് ഒരു കമ്മീഷൻ നിലവിൽ വന്നിരിക്കുകയാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ ഇന്നലെ സംസ്ഥാന നിയമസഭ പാസാക്കി. വയോജന രംഗത്ത് LDF സർക്കാർ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വച്ച ഒരു വാഗ്ദാനം കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നിലവിൽ വരുന്ന കമ്മീഷൻ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ട് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ വയോജനങ്ങളാണ്. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയപ്പോൾ വയോജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലായി എന്ന് മാത്രമല്ല, അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഇന്നത്തെ അപമാനവീകരിക്കപ്പെട്ട സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആ പശ്ചാത്തലത്തിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ നിലയിലുള്ള സംരക്ഷണം ഉറപ്പാക്കുക, അവരുടെ പുനരധിവാസം സാധ്യമാക്കുക, ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക, അതുപോലെ വളരെ അനുഭവ സമ്പത്തും ജീവിത പരിചയവുമുള്ള മുതിർന്ന പൗരന്മാരുടെ കഴിവുകൾ സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, ഇതെല്ലാം ഈ വയോജന കമ്മീഷൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നുണ്ട്. അതുപോലെ അതാത് സന്ദർഭങ്ങളിൽ വയോജനങ്ങളുടെ സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ സമാഹരിച്ച് അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഈ കമ്മീഷനിലൂടെ സാധിക്കും. വയോജനങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് സമ്മാനങ്ങളും പുരസ്കാരങ്ങളുമെല്ലാം നൽകാനും അതുവഴി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജം അവർക്ക് സമാഹരിക്കാനുമൊക്കെ സാധ്യത ലഭിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും വയോജന കമ്മീഷൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർദ്ധ ജുഡീഷ്യറി അധികാരങ്ങളോടെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഈ കമ്മീഷൻ രാജ്യത്ത് നിലവിലുള്ള കേന്ദ്ര ആക്ട് MWPSC ആക്ട് പറയുന്ന പ്രൊവിഷൻസ് അനുസരിച്ചുള്ള സുരക്ഷയും സംരക്ഷണവും വയോജനങ്ങൾക്ക് ലഭിക്കുന്നില്ലേ എന്ന പരിശോധനയും ആ ക്ലോസുകൾ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കുന്നതിനുള്ള സംവിധാനം എന്ന നിലയിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4ൽ കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിൽ നിയമിക്കപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കും. അവരിൽ ഒരാൾ പട്ടികജാതികളിലോ പട്ടികഗോത്രവർഗങ്ങളിലോ പെട്ടയാളും മറ്റൊരാൾ വനിതയും ആയിരിക്കും. ചെയർപേഴ്സണ് ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവി ഉണ്ടായിരിക്കും. സെക്രട്ടറി ആയിരിക്കുമെന്നല്ല, സെക്രട്ടറിയുടെ പദവി ലഭ്യമാകും. കമ്മീഷൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ പൊതുവായ മേൽനോട്ടം, മാർഗനിർദ്ദേശം, ഭരണനിർവഹണം എന്നിവ ചെയർപേഴ്സണിൽ നിക്ഷിപ്തമായിരിക്കും. മറ്റ് അംഗങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കും. ഇപ്പോൾ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ തുടങ്ങിയ കമ്മീഷനുകൾ എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത്, സമാന നിലയിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും പുനരധിവാസവും സംബന്ധിച്ച കാര്യങ്ങളുടെ മേൽനോട്ടവും ഉത്തരവാദിത്വവും എല്ലാമാണ് വയോജന കമ്മീഷനിൽ നിക്ഷിപ്തമാകുക. 2030 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയിൽ 25%, അതായത് 1/4 ഭാഗത്തോളം വയോജനങ്ങളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പരിചരണവും സുരക്ഷയും ഉറപ്പാക്കുക എന്ന പൊതുപൗര സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം വലിയ നിലയിൽ ഈ കമ്മീഷനിലൂടെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംവിധാനവും ഉദ്ദേശിക്കുന്ന രീതിയിൽ ശയ്യാവലംബികളായിട്ടുള്ള വയോജനങ്ങളുടെ ഗാർഹിക പരിചരണം ഉൾപ്പെടെ ഉറപ്പുവരുത്തുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്
കേരളത്തിൽ ആരംഭിക്കാനിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളം രാജ്യത്തിന് മാതൃകയായി നടപ്പാക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയായിരിക്കും. അത്തരത്തിൽ വയോജനങ്ങൾക്കുള്ള സേവന പദ്ധതികളും ക്ഷേമ പരിപാടികളും വളരെ കാര്യമായ നിലയിൽ ഏറ്റെടുക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ അതിന് അനിവാര്യമായും മുൻകൈയെടുക്കണം എന്നുള്ള സ്ഥിതി സംജാതമായിരിക്കുന്ന സമകാലിക സന്ദർഭത്തിൽ വയോജന കമ്മീഷൻ്റെ രൂപീകരണം കാലത്തിന് ഏറ്റവും അനുപേക്ഷണീയമായ ഒന്നായിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് കാണുന്നത്.